ആലപ്പുഴ മുഹമ്മയിലെ ജ്വല്ലറി ഉടമ രാധാകൃഷ്ണന്റെ മരണത്തിൽ ദുരൂഹത. വിഷമുള്ളിൽ ചെന്ന് രാധാകൃഷ്ണൻ മരിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെങ്കിലും ശരീരത്തിൽ ക്ഷതമേറ്റതിന്റെ നിരവധി പാടുകൾ ഉണ്ടെന്നും വാരിയെല്ലുകൾ തകർന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. കഴിഞ്ഞ 7-ാം തീയതിയാണ് മണ്ണഞ്ചേരി സ്വദേശിയായ രാധാകൃഷ്ണൻ മരിക്കുന്നത്. കടുത്തുരുത്തി പോലീസ് മോഷണക്കേസിൽ അറസ്റ്റ് ചെയ്ത ശെൽവരാജ് എന്നയാൾ മോഷണ വസ്തു വിറ്റത് രാധാകൃഷ്ണന്റെ മുഹമ്മയിലെ ജ്വല്ലറിയിലായിരുന്നു. മോഷ്ടാവുമായി മോഷണ മുതൽ കണ്ടെത്താനെത്തിയപ്പോൾ ജ്വല്ലറിയിലുണ്ടായിരുന്ന വിഷദ്രാവകം രാധാകൃഷ്ണൻ കുടിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ രാധാകൃഷ്ണന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇക്കാര്യം വ്യക്തമാക്കുന്നതാണ്. വിഷം ഉള്ളിൽ ചെന്നാണ് രാധാകൃഷ്ണൻ മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളതെങ്കിലും ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിൽ ക്ഷതമേറ്റതായി റിപ്പോർട്ടിലുണ്ട്. വാരിയെല്ലുകൾ ഒടിഞ്ഞതായും ഇടത് കാൽമുട്ടിന് താഴെ പരിക്കേറ്റതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മരിക്കുന്നതിന് 24 മണിക്കൂറിനുള്ളിലാണ് രാധാകൃഷ്ണന്റെ ശരീരത്തിൽ പരിക്കേറ്റതെന്നും റിപ്പോർട്ടിലുണ്ട്. ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ചതവ് പാടുകളുണ്ട്. വാരിയെല്ല് പൊട്ടിയായിട്ടുണ്ട്, 2 വാരിയെല്ല് പൊട്ടിയായിട്ടുണ്ട്. പിന്നെ 7 ഇഞ്ചുറീസാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ എന്താണ് കെമിക്കൽ ദ്രാവകം എന്താണെന്നുള്ളതെന്ന് അതിൻ്റെ റിപ്പോർട്ട് ഫോറൻസിക്കിൽ നിന്ന് തന്നെ, അത് പൂനെയിൽ നിന്നാണ് വരുന്നത്. 1 മാസം താമസമുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് രാധാകൃഷ്ണന്റെ കുടുംബം മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. ജനം, ആലപ്പുഴ.